വേദന ശരീരം കാർന്നു തിന്നുമ്പോഴും സ്വപ്നങ്ങൾ കൈവിടാൻ സിയ ഫാത്തിമ തയ്യാറായിരുന്നില്ല. സ്വപ്നങ്ങൾക്ക് കരുതലായി ഒപ്പം സർക്കാരും കൂട്ടുനിന്നപ്പോൾ കലോത്സവ വേദിയിൽ പിറന്നത് പുതുചരിത്രം. തൃശ്ശൂരിൽ നടക്കുന്ന 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്താൻ കഴിയാതെ വിഷമിച്ചിരുന്ന സിയ ഇന്ന് അറബിക് പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിലെ VKPKH-MM RVHSSലെ വിദ്യാർത്ഥിനിയായ സിയ ഫാത്തിമ വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗത്തോട് പോരാടുകയാണ്. യാത്ര ചെയ്യുന്നത് പോലും ജീവന് ഭീഷണിയായേക്കാമെന്ന ഡോക്ടർമാരുടെ കർശന നിർദ്ദേശപ്രകാരമാണ് അവൾക്ക് തൃശ്ശൂരിലെ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാതെയായത്. എന്നാൽ കലോത്സവ വേദിയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ സന്ദേശത്തിലൂടെ അറിയിച്ചു. മത്സരത്തിനായി വേദിയിലെത്താൻ കഴിയാത്ത ഒരു കുട്ടിയുടെ സ്വപ്നം അതോടെ ഭരണകൂടത്തിന്റെ പരിഗണനയായി. മാനുഷിക സമീപനത്തിന്റെ ഭാഗമായി സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ തൃശ്ശൂരിലെ CMSHSൽ നടന്ന അറബിക് പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ രാവിലെ 11 മണിക്ക് സിയ ഫാത്തിമയ്ക്ക് വീഡിയോ കോൺഫറൻസ് മുഖേന മത്സരിക്കാനുള്ള അവസരം ലഭിച്ചു. തൃശ്ശൂരിലെ CMSHSൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ PM ബാലകൃഷ്ണൻ എന്നിവരും മത്സരം വീക്ഷിക്കാൻ എത്തിയിരുന്നു. ദയ അർഹിക്കുന്ന ഒരു ഹർജിയാണെന്നും അപേക്ഷയാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിയമം എന്ന് പറയുന്നത് സാധാരണക്കാർക്കുമൊക്കെ വേണമല്ലോ. നിയമം എന്ന് പറയുന്നത് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണല്ലോ നിയമം. ആ കുട്ടിയുടെ ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിച്ച സംഭവം, അവൻ ജില്ലയിൽ മത്സരിക്കുമ്പോൾ അവന് ഒരു അസുഖമില്ല, A ഗ്രേഡ് കിട്ടി. സംസ്ഥാനത്ത് മത്സരിക്കുമ്പോഴാണ് അവന് അപൂർവമായിട്ട് രോഗം വന്നത്. ആ രോഗം ബാധിച്ചതിനെ തുടർന്ന് അവൻ ക്വാറന്റൈനിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇതിൽ സംസ്ഥാനത്ത് മത്സരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നതടക്കമാണ് ആ കത്തിലെഴുതിയിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഉത്തരവ് ഞങ്ങൾ നൽകുകയാണ് ചെയ്തത്. ഇതൊരു ചരിത്ര സംഭവമാണ്. മീഡിയ ടൈം, തൃശ്ശൂർ.